ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അന്നുവിൻ്റെ മൂഡില്ലാത്തൊരു ദിവസം കേട്ടോ. അതായത് ഭയങ്കര കുറുമ്പ്. അങ്ങനെയായിരുന്നു ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയായിരുന്നു വരുന്നതിന് ഒരു ചെറിയ കുട്ടി കുറുമ്പായിട്ടായിരിക്കും. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഈ കുറുമ്പുള്ള ദിവസം കുഞ്ഞാവ് നന്നായിട്ട് ഉറങ്ങിയിട്ടൊരു ഈവനിങ് ആയപ്പോൾ അവൾ അങ്ങനാടിയിൽ നിന്ന് വന്ന് കുറച്ച് കഴിയുമ്പോഴാണ് അവൻ ഉറങ്ങി. അപ്പോൾ ഞാൻ പിന്നെ അവളുടെ കൂടെ ആയിട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഭക്ഷണം കൊടുത്തു. പക്ഷെ ഭയങ്കര എന്താ പറയുക വാശിയാണ് കേട്ടോ എല്ലാറ്റിനും. അന്നെ സഹായിക്കണം അമ്മനെ. അന്ന എന്തൊക്കെയാ അമ്മനെ സഹായിക്കുന്നു പറഞ്ഞിട്ടിക്ക. അതിൽ പൊട്ടിക്കോ ഗൈസ്? നമ്മളെ അന്നു ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ വേറെ ഇങ്ങനെ അതായത് ഒരു കുറുമ്പ് മൂട്ടിലിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തൊക്കെ പണിയെടുക്കാൻ ഓളെ കൂട്ടും. അപ്പോൾ ഓളെ മറന്നു പോയിട്ട് ഇപ്പോൾ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെയാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നാർത്തക്കാരൻ എൻ്റെ നല്ല കുട്ടിയല്ലേ. നാർത്തക്കാരൻ്റെ കുട്ടിയെന്ന് പറയില്ലല്ലോ. ഇല്ലല്ലോ ഗൈസ് പറയും. പിന്നെ മുകളിൽ തുണി വിരിച്ചിട്ടൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി എടുത്ത ശേഷം ഇനിയുള്ളതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം, കുളിക്കുക, മേലെഴുകുക. നമ്മൾ വൈകുന്നേരം ഇപ്പോൾ ഇങ്ങനെയൊക്കെ അവളുടെ മൂഡ് ശരിയാക്കി വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ മേലിൽ കൊടുക്കട്ടെ. അങ്ങനെ മുകളിലത്തെ ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം മുക്കി ഒഴിക്കും. അപ്പോൾ ഓപ്പൺ ഏരിയയിൽ കുളിക്കുമ്പോൾ ഭയങ്കര രസം, ഭയങ്കര ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മുകളിൽ അവൾക്കായിട്ട് സോപ്പും ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങളിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഹൈറ്റിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഒരു രസം, നമുക്കും രസമാണല്ലോ അല്ലേ. ആണ് ഭയങ്കര രസം, ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. താഴത്തെത്തി കുളിയൊക്കെ കഴിഞ്ഞൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവ് നീറ്റിട്ടാ. കുഞ്ഞാവ് വൈകുന്നേരം ഞാൻ ഫുഡ് കൊടുത്താൽ ഉറക്കിയത് 4 മണിക്കുള്ള അവൻ്റെ ചെറിയ സ്നാക്സൊക്കെ കൊടുത്താണ് ഉറക്കിയത്. അപ്പോൾ ഇനി ഫീഡ് ചെയ്താൽ മതിയാവും. ഇനി ഞങ്ങൾ എന്താ പറയുക, കുറച്ച് അവിടെ ബെഡ്റൂമിൽ കുറച്ച് ഇരുന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഈ എപ്പോഴും ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ കുഞ്ഞാവയ്ക്ക് മടുക്കില്ലേ. ഇപ്പം അന്നിപ്പോൾ അങ്ങനാടി പോകാണ്ട് കുറച്ചൊക്കെ ഒരു വൈബുണ്ട്. പക്ഷെ കുഞ്ഞാവയ്ക്ക് അകത്തന്നെ അല്ലേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വൈകുന്നേരം ചിലപ്പോൾ പുറത്തിറങ്ങും, മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കും. ചിലപ്പോൾ മുറ്റത്തിൻ്റെ പുറത്ത് ജസ്റ്റ് റോട്ടിലൊക്കെ ഇറങ്ങി നടക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞാവ ചേച്ചിക്കുട്ടിനെ കുറച്ച് കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ സമയം സമയം ഞാൻ കണ്ടെത്തിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് ഉറങ്ങി കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താ വീണ് നല്ല നല്ല കുട്ടി. നമുക്കിനി നമുക്ക് ഇവൻ്റെ ഉറക്കം റെഡി ആയിട്ടില്ല. നമുക്കിനി പുറത്ത് ഇറങ്ങാം. എല്ലാവർക്കും ഒരു ഈവനിങ് സവാരി എന്ന് പറഞ്ഞ പോലെ മുറ്റത്തൊന്ന് പുറത്തിറങ്ങി നടക്കാം. ബാ, ലേറ്റ് ഓഫ് ആക്കി അപ്പോഴേക്കും മിക്ക വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ എല്ലാ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തുമ്പിൻ്റെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ അന്നുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോവാറ്. അവിടെ നിന്ന് കുറേ കളിച്ച് ഒരു 5:45 റിട്ടേൺ വരാറുള്ളത് കേട്ടോ. ഞങ്ങളുടെ റുട്ടീൻ അതായിരുന്നു. ഇപ്പോൾ ഒരു മാസത്തിന് അവരവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളിങ്ങനെ വൈകുന്നേരം കുഞ്ഞാവ കനിഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ കടയിൽ പോകും. ഞാനും എന്നും കൂടി കടയിൽ പോകും. കുഞ്ഞാവിനായിട്ട് കടയിൽ പോകാൻ പറ്റില്ല, കാരണം പുറത്ത് ഭയങ്കര നായ്ക്കളാണ്. അപ്പോൾ എന്താ പറയുക, രണ്ടാളും കൂടി മാനേജ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. അഥവാ ഇൻ കേസ് എന്തെങ്കിലും നായ്ക്കൾ ബാക്കിൽ ഓടുമ്പോൾ ഒരാളെടുത്തോടിയാൽ പോരെ, രണ്ടാളാകുമ്പോൾ നമുക്ക് നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ ഞങ്ങൾ വൈകുന്നേരം അങ്ങനെയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അത് ഫ്രൂട്ട്സ് അല്ല, എന്താ പറയുക, ഇവിടുത്തെ അച്ഛൻ കുറച്ച് കുഞ്ഞു ആപ്പിൾ ചാമ്പയ്ക്ക പിന്നെ എന്തൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ നടക്കുന്ന ഇടയിലേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. ഇത് അച്ഛൻ്റെ പച്ചക്കറിത്തോട്ടാട്ടോ, കുഞ്ഞ് പച്ചക്കറിത്തോട്ടാണ്. അച്ഛയ്ക്ക് എപ്പോഴെങ്കിലും അച്ഛൻ അങ്ങനെ വീട്ടിലുണ്ടാവാറില്ല. ആ വീട്ടിലുണ്ടാവുന്ന കുറച്ച് നേരം കൊണ്ട് അച്ഛൻ ഉണ്ടാക്കുന്ന കേട്ടോ. ഇതിപ്പോൾ വഴുതനയുണ്ട്, വെണ്ടയ്ക്കുണ്ട്, കുറച്ച് വെറൈറ്റി മുളകുകളുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അന്ന് കഴിക്കുന്ന ഈ സംഭവം കേട്ടോ, ഇത് നമ്മുടെ ഗാർഡനിലുള്ള സംഭവമാണ്. ഇതൊരു പുളി ആണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും, നമ്മളെ വീട്ടിൽ വരുന്ന കുട്ടികൾക്കും പിന്നെ നമ്മുടെ അപ്പുറത്തുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സംഭവം. ഇത് നമുക്ക് വലിയ ആൾക്കാർക്ക് വലിയ ഒരു ഇഷ്ടപ്പെടാത്ത സംഭവമാണ്. പക്ഷേ ഇത് സീസൺ ഒന്നുമില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചെറിയ പച്ച, പിന്നെ അത് ചെനച്ചത് നല്ല റെഡായിരിക്കും. ഇത് പഴുത്ത നല്ല റെഡായിരിക്കും. പക്ഷേ ഇത് മൂന്നും സെയിം ഒരു പുളി, നമ്മളിപ്പോൾ ഈ ഊർക്കാപ്പുളി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആട്ടത്.
പിന്നെ നമ്മുടെ ബാക്കിൽ അച്ഛൻ ഉണ്ടാക്കിയ സംഭവമാണ് ഇലന്തയ്ക്ക. നമ്മളിപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ല, സെയിം സാധനടാ. ഇതാണ് ചെറിയ, വലുതല്ല, ചെറുതാണ്. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ എടുക്കാൻ പോകുന്ന സംഭവം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റിയ പാകത്തിനായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറിച്ചു. അത് നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം സാധനം ടേസ്റ്റൊക്കെ ഭയങ്കര രസമായിട്ടോ. നമ്മൾ ഇത് പല പ്രാവശ്യം 2-3 പ്രാവശ്യം ഇപ്പോൾ തന്നെ കായ്ച്ച് പോവും. കായ്ക്കുമ്പോൾ മരം ഒന്നാകെ വാടിപ്പോവും. പക്ഷേ എന്തോ ഇപ്രാവശ്യം നമുക്ക് നമുക്ക് തിന്നാൻ കിട്ടിയിട്ടാണ്. അപ്പോൾ അന്നെ തിന്നു, നല്ല ഇഷ്ടമായി. എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് വേറെ ഒന്നുകൊണ്ട് വേണമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി എടുത്തു കൊടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഈവനിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.